പിണറായി വിജയൻ സർക്കാരിന് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകുന്ന ആരാണ്? തീർച്ചയായിട്ടും ഈ പറഞ്ഞ വെള്ളാപ്പള്ളി നടേശനാണ്. BDS-ഉം അതോടൊപ്പം തന്നെ BJP-യും തമ്മിൽ തിരുവനന്തപുരത്തൊരു ധാരണ ഉണ്ടായാൽ തന്നെയും BDS-ന്റെ വോട്ട് പോവുക CPM-നായിരിക്കും. ആർ ശ്രീലേഖയെ പോലെ ഒരു മുൻ DGP അവിടെ പോയി മത്സരിക്കണമെന്നുണ്ടെങ്കിൽ വിജയസാധ്യതയുള്ള ഒരു ഡിവിഷൻ ആയതുകൊണ്ട് തന്നെയാണ്. ശബരിനാഥന്റെ വരവിലൂടെ കോൺഗ്രസ് ഉണ്ടാക്കിയെടുത്ത ഒരു ഇമ്പാക്റ്റ് ഉണ്ട്, ഒരു ഓളമുണ്ട് ആദ്യ ദിവസങ്ങളിൽ. അതിപ്പോൾ കുറയും. കാർത്തികേയന്റെ മകനായി എന്നുള്ള ഒരൊറ്റ രാഷ്ട്രീയ പാരമ്പര്യത്തിനപ്പുറത്തേക്ക് വേറെ ഒരു രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആളല്ല ശബരിനാഥ്. UDF-ഉം LDF-ഉമായിട്ടല്ല അവിടെ മത്സരം. അവിടെ മത്സരം നടക്കുന്നത് BJP-യും LDF-ഉമായിട്ടാണ്. നമസ്കാരം. BJP കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. ഇപ്പൊ ഇന്ന് അവര് ഔദ്യോഗികമായിട്ട് അവരെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. അതിനിടയിലാണ് ഇപ്പോൾ BDGS അതിനെ എതിർത്തുകൊണ്ട് അവർക്ക് പറഞ്ഞ സീറ്റ് കിട്ടിയില്ല എന്നുള്ള പേരിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തീരുമാനം എടുക്കുന്നത്. ഇപ്പോൾ BDGS-ന്റെ സപ്പോർട്ട് ഇല്ലാണ്ട് തിരുവനന്തപുരത്തും കോർപ്പറേഷനിൽ BJP-ക്ക് ഒരു വിജയം സാധ്യമാണോ? BDGS ഇല്ലെങ്കിലും BJP-ക്ക് BJP-യുടേതായിട്ടുള്ള ഒരു വോട്ട് ബാങ്ക് ഉള്ള ഒരു സ്ഥലം തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുന്നത്. പക്ഷേ BDS-നെ വോട്ട് കൃത്യമായിട്ട് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് BJP-ക്ക് സാധിച്ചിരുന്നെങ്കിൽ ഒരുപാട് മുന്നേറ്റം നടത്താനായിട്ട് സാധിക്കുമായിരുന്നു BJP-ക്ക്. പക്ഷേ ഇതിനകത്ത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ BJP നേതാക്കന്മാർക്കും അതോടൊപ്പം തന്നെ BDS-ന്റെ നേതാക്കന്മാർക്കും അറിഞ്ഞിട്ടാണോ അറിയാതെയാണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ഈ സഖ്യം വേണ്ട എന്ന് വെച്ചിട്ട് തനിച്ചു മത്സരിക്കാൻ വേണ്ടിയിട്ട് BDGS തീരുമാനിച്ചിട്ടുള്ളത്. BDGS-നെ സംബന്ധിച്ചിട്ടുള്ള കാര്യം മനസ്സിലാക്കുക, ഈ BDGS എന്നുള്ള പാർട്ടി പ്രഖ്യാപിച്ചതാരാണ്? വെള്ളാപ്പള്ളി നടേശനാണ്. വെള്ളാപ്പള്ളി നടേശൻ പ്രഖ്യാപിച്ചൊരു പാർട്ടി, ആ പാർട്ടി ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ആര് തീരുമാനിക്കും? വെള്ളാപ്പള്ളി നടേശൻ തീരുമാനിക്കും. വെള്ളാപ്പള്ളി നടേശൻ ഇപ്പൊ ആരുടെ കൂടെയാ? ഇടതുപക്ഷത്തിന്റെ കൂടെ. വെള്ളാപ്പള്ളി നടേശൻ ഇപ്പം മറ്റേ ഇടതുപക്ഷത്തിനോട് തന്നെ ഈ പിണറായി വിജയൻ സർക്കാരിന് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകുന്ന ആരാണ്? തീർച്ചയായിട്ടും ഈ പറഞ്ഞ വെള്ളാപ്പള്ളി നടേശനാണ്. അപ്പൊ വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ചിട്ട് ഒരു കാരണവശാലും BJP-ക്ക് ഇത്തവണ വോട്ട് കൊടുക്കാൻ വേണ്ടി പറ്റത്തില്ല. അത് ഈ വരുന്ന ത്രിതല പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പാണെങ്കിലും അടുത്ത ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും ഒരു കാരണവശാലും BJP-ക്ക് വോട്ട് നൽകിയില്ല SNDP-ക്കാര്. SNDP-യുടെ പാർട്ടിയാണെന്ന് BDS. തുഷാർ വെള്ളാപ്പള്ളിയാണ് നയിക്കുന്നത്. തുഷാർ വെള്ളാപ്പള്ളിയാണ് നയിക്കുന്നത്. ഈ തുഷാർ വെള്ളാപ്പള്ളിക്ക് ഈ BJP-യിൽ നിന്നും ഗുണം കിട്ടിയിട്ടുണ്ടോ? എന്തെങ്കിലും ഗുണം കിട്ടിയിട്ടുണ്ടോ? ആ പടെ സ്പൈസസ് ബോർഡിന്റെ ഒരു ചെയർപേഴ്സൺ സ്ഥാനം കിട്ടിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് വേറെ എന്തെങ്കിലും ഒരു ഗുണം കിട്ടിയിട്ടുണ്ടോ? ഒരു ഗുണവും കിട്ടിയിട്ടില്ല. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BDS ഉണ്ടാക്കിയൊരു ഓളമുണ്ട്. ആ ഓളം നിസ്സാര ഓണമല്ല. BJP-യുടെ വോട്ടിംഗ് പെർസെന്റേജ് കൂടിയൊരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ ആ ഒരു മുന്നേറ്റം, ആ മുന്നേറ്റത്തെ BJP വേണ്ട രീതിയിൽ പരിഗണിക്കുകയോ മുമ്പോട്ട് കൊണ്ടുപോവുകയോ ചെയ്തില്ല എന്നുള്ളതാണ് BJP-യുടെ പ്രശ്നം. ഒരുപക്ഷെ വേണ്ട രീതിയിൽ ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളിയെ കൺസിഡർ ചെയ്യുകയും തുഷാർ വെള്ളാപ്പള്ളിയെ ഒരു രാജ്യസഭ MP ആക്കുകയൊക്കെ ചെയ്തിരുന്നുവെങ്കിൽ BDS-ന്റെ പൂർണ്ണമായിട്ടുള്ളൊരു സഹകരണം BJP-ക്ക് കിട്ടുമായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും ചെയ്യാൻ അവർ തയ്യാറായിട്ടില്ല. അങ്ങനെ തയ്യാറാവാതെ വരുന്നൊരു സാഹചര്യത്തിൽ BDS ഒക്കെ ഒരു കാരണത്തിന് വേണ്ടി കാത്തിരിക്കുന്നേ. ആ കാരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് BDS എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബോധം BJP നേതാക്കന്മാർക്ക് ഉണ്ടാവാത്തത് അത് അവരുടെ കുഴപ്പമാണ്, നമ്മുടെ കുഴപ്പമല്ല. ഇനി ഒരു കാര്യം മനസ്സിലാക്കുക, BDS-ഉം BJP-യുമായിട്ടൊരു സഖ്യം ഉണ്ടായെന്ന് വിചാരിക്കുക. തുഷാർ വെള്ളാപ്പള്ളിയാണല്ലോ ഈ NDA-യുടെ കൺവീനർ, സംസ്ഥാന കൺവീനർ. BDS-ഉം അതോടൊപ്പം തന്നെ BJP-യും തമ്മിൽ തിരുവനന്തപുരത്തൊരു ധാരണ ഉണ്ടായാൽ തന്നെയും BDS-ന്റെ വോട്ട് പോവുക CPM-നായിരിക്കും. അതിനകത്ത് സംശയമൊന്നും വേണ്ട. കാരണം BDS SNDP ആണോ? SNDP എന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശനാണ്. വെള്ളാപ്പള്ളി നടേശൻ പറയുന്നതിന് അപ്പുറത്തേക്കൊന്നും അധികം SNDP-ക്കാർ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം SNDP-യുടെ ഒരു BDS സംവിധാനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളുകൾ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് ഒരു പ്രത്യേക ഒരു രാഷ്ട്രീയമായിട്ടുള്ള എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയാൻ സാധിക്കത്തില്ല. അത് സാധാരണ രാഷ്ട്രീയത്തെ നിരീക്ഷിക്കുന്ന ഏതൊരാൾക്കും അറിയാത്തൊരു കാര്യമാണ്. BDS-ന്റെ വോട്ട് ഒരു കാരണവശാലും BJP-ക്ക് ഇപ്രാവശ്യം കിട്ടില്ല എന്ന്. അങ്ങനെ BDS-ന്റെ വോട്ട് കിട്ടില്ല എന്ന് കൃത്യമായ ധാരണ ഉള്ളത് കൊണ്ടാണ് ഈ മുസ്ലിം ഔട്ട്റീച്ച് ഉൾപ്പെടെയുള്ള പരിപാടികളുമായിട്ട് BJP ന്യൂനപക്ഷങ്ങളുടെ വോട്ട് മേടിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും BJP ഇന്ന് തിരുവനന്തപുരത്ത് നടത്തിയിരിക്കുന്ന ഈ ഒരു നീക്കം അത് രാഷ്ട്രീയമായി വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. കാരണം 67 ഡിവിഷനുകളിലേക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു. DGP ആയിട്ടുള്ള ശ്രീലേഖ ഉൾപ്പെടെയുള്ള ആളുകൾ, ശാസ്തമംഗലത്ത് നിന്നാണ് DGP R ശ്രീലേഖ മത്സരിക്കുന്നത്. എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ R ശ്രീലേഖയെ വിമർശിക്കുന്ന സമയത്തും ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ അവര് ഡിപ്പാർട്ട്മെന്റിലെ ഒരു കറകളഞ്ഞ ഒരു ഉദ്യോഗസ്ഥയായിരുന്നു. അപ്പോഴും ചില സംശയങ്ങൾ അവശേഷിക്കുന്നുണ്ട്. പോലീസിനകത്തൊക്കെ RSS-ന്റെ സെല്ല് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു എന്നൊരു ആരോപണം ശക്തമായി ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നു. ഒരു കാലഘട്ടത്തിൽ ഇപ്പോഴും ഉണ്ടത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സെല്ലിന്റെ ഭാഗമായിരുന്നു R ശ്രീലേഖ എന്ന സംശയങ്ങൾ നിലനിൽക്കെ തന്നെ പറയാം. ഇവരെ കറകളഞ്ഞൊരു ഉദ്യോഗസ്ഥയായിരുന്നു. അതുകൊണ്ട് അവരോട് താല്പര്യമുള്ള ഇഷ്ടമുള്ള കുറെ ആളുകൾ തിരുവനന്തപുരത്ത് ഉണ്ടാവും. ഈ ശാസ്തമംഗലം മാതിരിയുള്ള ഒരു സ്ഥലത്ത് അവർ മത്സരിക്കുന്ന സമയത്ത് ഒരു സർവേയും ഇല്ലാതെ അവിടെ പോയി മത്സരിക്കത്തില്ലല്ലോ. R ശ്രീലേഖയെ പോലെ ഒരു മുൻ DGP അവിടെ പോയി മത്സരിക്കണമെന്നുണ്ടെങ്കിൽ വിജയസാധ്യതയുള്ള ഒരു ഡിവിഷൻ ആയതുകൊണ്ട് തന്നെയാണ്. അതല്ലെങ്കിൽ അവിടെ പോയി തോക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും മത്സരിക്കത്തില്ല. ശ്രീലേഖയെ സംബന്ധിച്ച് ശ്രീലേഖ ഉറപ്പിച്ച വിജയമാണത്. ആ ഒരു ഉറപ്പിച്ച വിജയം എന്ന് പറയുമ്പോഴത്തേക്ക് മറ്റ് ഡിവിഷനുകളിൽ കൂടി അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാകുമോ എന്ന് പരിശോധിക്കേണ്ടതാണ്. പിന്നെ ഇവരെയൊക്കെ എത്രത്തോളം ആക്സസ് ചെയ്യാൻ പറ്റും പേഴ്സണലി നമുക്ക് ശ്രീലേഖ അറിയത്തില്ല. ശ്രീലേഖ എത്ര പേർക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി
പറ്റും, ജനങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കുന്ന ആളാണോ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം തിരുവനന്തപുരത്തൊക്കെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്ക് ഒരു 8,000 മുതൽ 15,000 വരെയൊക്കെ ഒരു ഡിവിഷനിൽ വോട്ടുണ്ടാവും. ഇത്രയും ആളുകൾ വിളിക്കുന്ന സമയത്തും അവരുടെ ഒരു പ്രശ്നം വരുന്ന സമയത്തും ഒക്കെ ഓടിയെത്തുന്ന ഒരാളാണോ ശ്രീലേഖയുടെ ഒരു മൈൻഡ് എങ്ങനെയാണ് എന്നൊക്കെ ജനങ്ങൾ തന്നെ പരിശോധിക്കട്ടെ. ഇപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥയായിട്ടൊക്കെ അവരിയ്ക്കുന്ന സമയത്ത് വളരെ സത്യസന്ധമായിട്ട് അവർ ജോലി ചെയ്തിട്ടുണ്ട്. ദിലീപ് വിഷയത്തിലൊക്കെ ഇടപെട്ട് അവർ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് സത്യസന്ധമാണെങ്കിൽ അത് നല്ലതെന്നേ പറയുന്നുള്ളൂ. കാരണം ജയിലിൽ ചെല്ലുന്ന സമയത്ത് നിലത്തൊരു പായ വിരിച്ചു കിടക്കുന്ന ദിലീപിനെ എനിക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കത്തില്ലായിരുന്നു. ചെന്ന് ദിലീപെ എന്ന് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ദിലീപ് വിറച്ചുകൊണ്ട് കൈകൂപ്പി നിന്നു എന്നൊക്കെ അവർ പറഞ്ഞ വാക്കുകളിൽ സത്യമാണ് എന്നുണ്ടെങ്കിൽ, അത് ആത്മാർത്ഥമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാതിരിക്കാൻ വയ്യ. ശ്രീലേഖയിൽ ഒരു മനുഷ്യത്വം ഉള്ള ഒരു സ്ത്രീയാണ്. അവിടെ തിരുവനന്തപുരത്ത് ശാസ്തമംഗലത്ത് CPM നേരിടേണ്ടി വരുന്നത് BJP കരുത്തയായിട്ടുള്ള ശ്രീലേഖ IPS തന്നെയായിരിക്കും. പിന്നീട് ആളുകൾ മത്സരിക്കുന്നത് സ്പോൺസ് കൗൺസിൽ ഭാരവാഹിയായിരുന്ന പത്മിനി തോമസ് ഈ അടുത്ത കാലത്താണ് BJP ചേർന്നിട്ടുള്ളത്. ഈ പത്മിനി തോമസിനെയും മത്സരിപ്പിക്കുന്നുണ്ട്. അവർ പാളയം എത്തുന്നതായിട്ടാണ് അവർ മത്സരിക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു നേതാവാണ് VV രാജേഷ്. തിരുവനന്തപുരം നഗരസഭയ്ക്കകത്ത് പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം മത്സരിക്കുന്നുണ്ട്. അദ്ദേഹം മത്സരിക്കുന്ന വാർഡ് എന്ന് പറയുന്നത് കൊടുങ്ങാനൂർ വാർഡിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം മത്സരിക്കുന്നത്. വലിയൊരു താരനിര തന്നെ, ശക്തരായിട്ടുള്ള ഒരു നേതാക്കന്മാർ തന്നെയാണ് BJP ഭാഗത്തു നിന്നും ഇന്ന് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇന്ന് 67 പേരുടെ സീറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശ്രീലേഖയ്ക്കെതിരെയൊക്കെ അവിടെ മത്സരിക്കാൻ വേണ്ടി പോകുന്നത് SFIയുടെ ഒരു ചുണക്കുട്ടിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. കനത്ത മത്സരം തിരുവനന്തപുരത്ത് നടക്കാൻ വേണ്ടി പോവുകയാണ്. ഈ കനത്ത മത്സരം നടക്കുന്ന സമയത്ത് ശബരിനാഥന്റെ വരവിലൂടെ കോൺഗ്രസ് ഉണ്ടാക്കിയെടുത്ത ഒരു ഇമ്പാക്റ്റ് ഉണ്ട്, ഒരു ഓളമുണ്ട് ആദ്യ ദിവസങ്ങളിൽ. അതിപ്പോൾ കുറയും. അത് ഇന്നും നാളെയായിട്ട് അസ്തമിക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പൊ വലിയ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. എല്ലാ വാർഡുകളിൽ കൂടെയും ജാഥയായിട്ട് K മുരളീധരനും അതോടൊപ്പം തന്നെ ശബരിനാഥ് എത്തുകയും ശബരിനാഥ് ഓരോ വീടുകളിൽ കൂടെ കയറിയിറങ്ങുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിന്റെയൊക്കെ ഒരു ആത്യന്തികമായ ഒരു റിസൾട്ട് കോൺഗ്രസിന് ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയകരമാണ്. കോൺഗ്രസിന്റെ അടിത്തട്ടിലുള്ള അണികളൊക്കെ BJPയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതൊരു പൊളിറ്റിക്കൽ റിയാലിറ്റിയാണ്. ആ വോട്ടുകളെ ഏത് രീതിയിൽ കോൺഗ്രസ് തിരിച്ച് ആകർഷിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള എന്ത് നയപരിപാടികളാണ് കോൺഗ്രസിന്റെ കൈവശം ഉള്ളത് എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ കോൺഗ്രസിന്റെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാവാനായിട്ട് എന്തെങ്കിലും സാധ്യതയുണ്ടെന്ന് എന്നിട്ട് മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ശബരി അതല്ലാതെ ഇപ്പൊ മാധ്യമങ്ങളൊക്കെ പറയുന്ന മാതിരി ശബരിനാഥ് അവിടെ ഭയങ്കര വലിയൊരു ഓളം ഉണ്ടാക്കും, ശബരിനാഥ് തിരിച്ചു പിടിക്കുമെന്ന് പറയാനായിട്ട് ശബരിനാഥിന് ഈ പറയുന്ന രീതിയിലുള്ള ഒരു സമര പാരമ്പര്യമോ അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് രാഷ്ട്രീയ പാരമ്പര്യമോ ഒന്നും ഉള്ള ആളൊന്നുമല്ല. അദ്ദേഹം G കാർത്തികേയന്റെ മകനായി എന്നുള്ള ഒരൊറ്റ രാഷ്ട്രീയ പാരമ്പര്യത്തിനപ്പുറത്തേക്ക് വേറെ ഒരു രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആളല്ല ശബരിനാഥൻ. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന ഒരു സാഹചര്യത്തില് തിരുവനന്തപുരത്ത് നമുക്കൊരു കാര്യം വളരെ വ്യക്തമായിട്ടും ശക്തമായിട്ടും പറയാൻ വേണ്ടി സാധിക്കും. ഇനി മത്സരം നടക്കാൻ പോകുന്നത് BJPയും CPM തമ്മിലാണ്. അല്ലെങ്കിൽ NDA എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല, കാരണം BDS പോയി. BJPയും LDFുമായിട്ടാണ് തിരുവനന്തപുരം നഗരസഭയ്ക്കകത്ത് മത്സരം നടക്കാൻ വേണ്ടി പോകുന്നത്. BDJSന്റെ വോട്ട് കൂടി CPMന്റെ വോട്ട് പെട്ടിയിലേക്ക് വീഴുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ വേണമെങ്കിൽ കോൺഗ്രസിന് കുറച്ചുകൂടി നില മെച്ചപ്പെടുത്താൻ വേണ്ടി സാധിക്കും. BDJSന്റെ വോട്ടുകൾ BJPയിൽ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത്? CPMലേക്ക് പോവുകയാണ്. BDJSന്റെ ആ ഒരു വോട്ടിംഗ് പെർസെൻറ്റേജ് BJP സ്ഥാനാർത്ഥികൾക്ക് കുറവ് വരുന്ന സമയത്ത് ആ ഒരു കുറവിനെ അതിജീവിക്കാനായിട്ട് ഏതൊക്കെ വാർഡുകളിൽ സാധിക്കുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം പരിശോധിക്കേണ്ടത്. അതല്ലാതെ ശബരിനാഥനെ അവിടെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിച്ചു എന്ന് കരുതിയിട്ട് ശബരിനാഥനെ വേണ്ടിയിട്ട് ബാക്കി എല്ലാ ഡിവിഷനുകളിലും ആളുകൾ വോട്ട് ചെയ്യണമെന്നുണ്ടോ? എല്ലാ ഡിവിഷനുകളിലും ആളുകൾ വോട്ട് ചെയ്യുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയാണ് തങ്ങളുടെ മെമ്പറായിട്ട് അല്ലെങ്കിൽ ഡിവിഷണൽ കൗൺസിലറായിട്ട് തിരഞ്ഞെടുക്കുക. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള സ്ഥാനാർത്ഥികളാണ് കോൺഗ്രസ് അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് ഒരു പരിധിവരെ തോന്നുന്നു. ജനങ്ങളുമായിട്ട് ബന്ധമുള്ള നേതാക്കന്മാരാണ് എന്ന് തോന്നുന്നു. BJPയുടെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം എടുത്തിട്ടുള്ള ഈ ശക്തമായൊരു തീരുമാനം, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് നടക്കാൻ പോകുന്നത് LDFും അതോടൊപ്പം തന്നെ BJPയുമായിട്ടുള്ളൊരു മത്സരമാണ്. അവിടെ നിന്ന് എത്ര സീറ്റുകൾ അല്ലെങ്കിൽ എന്ത് നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും? കാരണം BDJSന്റെ അഭാവത്തിലൂടെ എത്ര സീറ്റിന്റെ നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്ന് ഹരിച്ചും ഗുണിച്ചും കണ്ടുപിടിക്കേണ്ടത് കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസിന്റെ നേതൃത്വമാണ്. നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള അവസരം കോൺഗ്രസിന് ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഇപ്പോഴും കോൺഗ്രസ് ഓർത്തിരിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ UDFും LDFുമായിട്ടല്ല അവിടെ മത്സരം. അവിടെ മത്സരം നടക്കുന്നത് BJPയും LDFുമായിട്ടാണ്. ഈ BJPയും LDFും തമ്മിലുള്ള മത്സരം നടക്കുന്ന സമയത്ത് BJPയുടെ സഖ്യകക്ഷിയായിരുന്ന BDJS BJPയുടെ കൂടെ ഇപ്രാവശ്യം മത്സരിക്കുന്നില്ല. അങ്ങനെ മത്സരിക്കാതെ വരുന്നൊരു സാഹചര്യമുള്ളപ്പോൾ അവിടെ എന്ത് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് കോൺഗ്രസ് ചിന്തിക്കേണ്ടത്. ഏതൊക്കെയായാലും തിരുവനന്തപുരം കോർപ്പറേഷനായിരിക്കും ഈ പ്രാവശ്യത്തെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ ഏറ്റവും സസ്പെൻസ് നിറഞ്ഞ റിസൾട്ട് തരാൻ വേണ്ടി പോകുന്നത്, അല്ലെങ്കിൽ ഒരു ഓട്ടോ ഫിനിഷിംഗിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതയുള്ളത് തിരുവനന്തപുരം കോർപ്പറേഷനാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇന്ന് BJP ഇറക്കിയിരിക്കുന്ന ഈ സ്ഥാനാർത്ഥി പട്ടികയിലൂടെ അത് കുറച്ചുകൂടി നമുക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഏതൊക്കെയാലും വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം.